നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വളരെ വാശിയേറിയ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇത്തവണ തിരുവനന്തപുരത്ത് നടന്നത്. കഴിഞ്ഞ ഏതാനും തവണയെ തിരുവനന്തപുരത്ത് MP ആയി സേവനമനുഷ്ഠിക്കുന്ന ശശി തരൂരും മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ കടുത്ത മത്സരമായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് നടന്നത്. വോട്ടെടുപ്പിന്റെ പല ഘട്ടങ്ങളിലും ശശി തരൂർ പിന്നാക്കം പോകുന്ന കാഴ്ചയും ഇത്തവണ കാണുകയുണ്ടായി. തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം ലഭിക്കുവാനായി കോൺഗ്രസ് ഇന്ത്യയിൽ മൊത്തത്തിൽ വാഗ്ദാനം കൊടുക്കുന്ന കൂട്ടത്തിൽ തിരുവനന്തപുരത്തുകാർക്കും കൊടുത്തിരുന്നു ഒരു ഉഗ്രൻ വാഗ്ദാനം. താൻ ജയിച്ചാൽ തിരുവനന്തപുരത്ത് എയിംസ് കൊണ്ടുവരുമെന്നായിരുന്നു അത്. എന്നാൽ പാലം കടക്കുവോളം നാരായണ, അത് കഴിഞ്ഞാൽ കൂരായണ എന്ന് പറയും പോലെ തിരുവനന്തപുരത്തുകാരെ നോക്കി കൊഞ്ഞന് കുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ശശി തരൂർ. എയിംസോ തിരുവനന്തപുരംകാർക്കോ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേയില്ല എന്നാണ് ശശി തരൂർ ഇപ്പോൾ പറയുന്നത്. അതായത് തന്റെ പേരിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ തന്നെ തലസ്ഥാന ജനങ്ങളെ നല്ലവണ്ണം വഹിച്ചിട്ടുണ്ട് ഈ വിശ്വപൗരൻ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കേരളത്തിൽ എയിംസ് വരും എന്നേ ഞാൻ പറഞ്ഞുള്ളൂ എന്നും അത് തിരുവനന്തപുരത്ത് വരുമെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ലെന്നും അതൊരു വ്യക്തിക്ക് തീരുമാനിക്കാൻ കഴിയില്ലെന്നുമാണ് ഇപ്പോൾ ശശി തരൂർ പറയുന്നത്. കേരളത്തിൽ എയിംസ് കോഴിക്കോട് വരുമെന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പ്രഖ്യാപിച്ചതോടെയാണ് എയിംസ് സംബന്ധിച്ച വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. കേരളത്തിൽ എയിംസ് കൊണ്ടുവരുമെന്നേ പറഞ്ഞിട്ടുള്ളൂ, അത് തിരുവനന്തപുരത്ത് കൊണ്ടുവരുമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും ശശി തരൂർ പറഞ്ഞു. ഒരു വ്യക്തിക്ക് തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമല്ല അത്. കേന്ദ്ര സർക്കാർ എയിംസ് കേരളത്തിന് നൽകാൻ തീരുമാനിക്കുമ്പോൾ അതിന് ആവശ്യമായ ഭൂമി എവിടെ നൽകണമെന്ന് തീരുമാനിക്കുന്നത് കേരളത്തിലെ സർക്കാരാണ്. തിരുവനന്തപുരത്ത് എയിംസ് വരാത്തതിനെ ന്യായീകരിച്ച് ശശി തരൂർ വിശദീകരിച്ചു. അതേസമയം കേരളത്തിൽ എയിംസ് കൊണ്ടുവരുന്നതിൽ ശശി തരൂരിന് എന്ത് ബന്ധമെന്നാണ് ഇപ്പോൾ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ആൾക്കാർ ചോദിക്കുന്നത്. ഇത് രണ്ടാം തവണയാണ് ശശി തരൂർ നിന്ന നിൽപ്പിൽ നിന്നും വാക്കുമാറിയത്. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർ സമുദായ നേതാക്കൾക്ക് പണം കൈമാറി എന്ന ആരോപണവുമായി ശശി തരൂർ രംഗത്ത് വന്നിരുന്നു. ഒടുവിൽ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ കേസ് കൊടുത്തപ്പോഴാണ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേയില്ല എന്ന വാദവുമായി തരൂർ രംഗത്ത് വന്നത്. ഇങ്ങനെ നിന്ന നിൽപ്പിൽ പമ്പരം കറങ്ങുന്ന തരൂരിനെ നമ്പിയാൽ നമ്പിനോൻ ശശിയാകും എന്നാണ് ഇപ്പോൾ പലരും അടക്കം പറയുന്നത്. അതേസമയം ശശി തരൂരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നു. കഴിഞ്ഞ 15 വർഷമായി തിരുവനന്തപുരത്ത് MP ആയി ഇരിക്കുന്ന ശശി തരൂർ ഒരു വാഗ്ദാനവും നടപ്പാക്കാത്ത ആളാണെന്നും താൻ MP ആയിരുന്നുവെങ്കിൽ ഇതായിരിക്കില്ല സ്ഥിതിയെന്നും തീർച്ചയായും തിരുവനന്തപുരത്തിന് വേണ്ടി താൻ പൊരുതുമായിരുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ തുറന്നടിച്ചു. നടപ്പാക്കാൻ സാധിക്കാത്ത കുറെ വാഗ്ദാനങ്ങളും നൽകി മുന്നോട്ട് പോകുന്ന ശശി തരൂരിന് ഇതും നടപ്പാക്കാൻ കഴിയില്ലെന്നും തിരുവനന്തപുരത്തെ ബാഴ്സലോണയാക്കും, തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരും തുടങ്ങി എത്രയോ നടക്കാത്ത വാഗ്ദാനങ്ങൾ നൽകിയ ആളാണ് ശശി തരൂരെന്നും രാജീവ് ചന്ദ്രശേഖർ പരിഹസിച്ചു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.